വ്യാസവിദ്യാപീഠം ഇന്ന് വാദിക്കാൻ പോകുന്നത് ആയുധ പരീക്ഷാ സന്ദർഭത്തിൽ കർണൻ സൂതപുത്രനാണെന്ന പേരിൽ കൃപർ, ഭീമൻ മുതലായവർ പരിഹസിച്ചത് ശരിയാണെന്നാണ് നിങ്ങൾ വാദിക്കുക. അത് തെറ്റാണെന്ന് അമൃത വിദ്യാലയം കൊയിലാണ്ടി വാദിക്കും. തയ്യാറാണല്ലോ? വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, നിങ്ങളുടെ സമയം ഇതാരംഭിക്കുന്നു. ആയുധ പരീക്ഷാ സന്ദർഭത്തിൽ കൃപാചാര്യർ കർണനോട് അദ്ദേഹത്തിൻ്റെ കുലത്തെപ്പറ്റിയും രാജ്യത്തെപ്പറ്റിയും ചോദിച്ചത് തീർച്ചയായും ശരിയാണ്. കാരണം യുദ്ധത്തിന് ഒരു നിയമമുണ്ട്. സമന്മാർ തമ്മിൽ മാത്രമേ ഏറ്റുമുട്ടാൻ പാടുള്ളൂ. അതായത് ഒരു രാജാവ് അദ്ദേഹത്തിനു സമനായ മറ്റൊരു രാജാവിൻ്റെ കൂടെ മാത്രമേ ഏറ്റുമുട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആയുധ പരീക്ഷാ സമയത്ത് ആദ്യം ഭീമനും ദുര്യോധനും ഏറ്റുമുട്ടി. കാര്യം അവർ സമന്മാരാണ്. അവരുടെ ഏറ്റുമുട്ടലിനു ശേഷം അർജുനൻ്റെ ഗംഭീരമായ അസ്ത്രശസ്ത്ര പ്രയോഗമുണ്ടായിരുന്നു. അർജുനൻ്റെ അസ്ത്രപ്രയോഗം കഴിഞ്ഞപ്പോൾ കർണൻ ആ വേദിയിൽ ആരാലും ക്ഷണിക്കപ്പെടാതെ കടന്നു വരികയും ആരാരും ക്ഷണിക്കപ്പെടാതെ കടന്നു വന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് അവിടെ കർണൻ കടന്നു വന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് അവിടെ കടന്നു വന്നത്. പക്ഷേ അവിടെ വന്നതിന് ശേഷം അർജുനനെ വെല്ലുവിളിക്കുകയും എന്തുകൊണ്ട് വെല്ലുവിളിച്ചൂടാ? ഈ വിദ്യ എന്ന് പറഞ്ഞത് എല്ലാവർക്കും തുല്യമാണ് അല്ലേ? അതെ, സമ്മതിച്ചു. വിദ്യ എന്ന് പറഞ്ഞത് എല്ലാവർക്കും തുല്യമാണ്. അത് കർണനായാലും അർജുനനായാലും അതിൽ ആർക്കും ഒരു വ്യത്യാസമൊന്നുമില്ല. വിദ്യ എല്ലാവർക്കും തുല്യമാണ്. അത് പ്രദർശിപ്പിക്കാനുള്ള ഇവിടെ അവസരമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആരാണ് ക്ഷണിക്കപ്പെടാതെയാണ് കർണൻ കേടി വരുന്നത്. പിന്നെ ഇവിടെ കുലമാണ്. ഒരു രാജ്യത്ത് ഏത് തരത്തിലുള്ള മത്സരം നടക്കുന്നുണ്ടെങ്കിലും ആ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് കർണൻ അതിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. എല്ലാം നിരസിക്കാൻ കഴിയുമോ? ഞാൻ ഇടപെടുന്നു. അമൃത വിദ്യാലയം ഈ വിഷയത്തിൽ ആയുധ പരീക്ഷാ സന്ദർഭത്തിൽ കർണനെ സൂതപുത്രൻ എന്ന് പരിഹസിച്ചതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം, തുടങ്ങാം. ഭീമൻ പരിഹസിച്ചല്ലോ, സൂതപുത്ര സൂതപുത്ര എന്ന് വിളിച്ച് ആക്ഷേപിച്ചല്ലോ. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്? എന്ത് കാരണം? കാരണം യുദ്ധത്തിന്റെ നിയമം തന്നെ ഇവിടെ പറഞ്ഞു. അങ്ങനെയുള്ള നിയമം നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. ധാർമ്മികമായിട്ടുള്ള നിയമമാണ് അവിടെ പാലിക്കേണ്ടത്. ഇടപെടട്ടെ. ഇപ്പൊ നമുക്ക് മഹാഭാരതം മാറ്റാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പക്ഷെ നിയമം മാറ്റാമല്ലോ. അല്ല, നിയമം നമുക്ക് മാറ്റാൻ പറ്റില്ല. മഹാഭാരതം കഴിഞ്ഞുപോയി. ഇനി വരുന്ന മഹാഭാരതത്തിൽ നമുക്ക് നോക്കാം. തുടരാം. നിങ്ങൾ പറഞ്ഞു നിയമം മാറ്റണമെന്ന്. അങ്ങനെ മാറ്റുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ മുഴുവൻ നിയമവും നമുക്ക് മാറ്റേണ്ടി വരും. അത് മാറ്റാൻ സാധിക്കാത്ത കാര്യമാണ്. അത് മഹാഭാരതമാണ്. ദ്വന്ദ്വ യുദ്ധത്തിന്റെ നിയമം പറഞ്ഞല്ലോ. രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യണം. സമനായ രാജാവിനോട്. ശാസ്ത്രപ്രകാരം 3 തരത്തിലുള്ള രാജാക്കളുണ്ട്. 1 ശൂരതയുടെ അടിസ്ഥാനത്തിൽ, 2 സൈന്യബലത്തിന്റെ അടിസ്ഥാനത്തിൽ, 3 രാജകുലത്തിൽ പിറന്നോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ കർണന് ശൂരതയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഒരു രാജാവായിക്കൂടാ? ഒരു രാജാവിനുള്ള ഒരു ഗുണം കർണനുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ കർണൻ തൻ്റെ കഴിവ് കൊണ്ട് അർജുനനേക്കാൾ ഒരു പടി മുകളിലാണുള്ളത്. അല്ലാം നിരസിക്കാൻ കഴിയില്ലല്ലോ. കഴിയും. എന്തുകൊണ്ട്? കാരണം പറയൂ. കർണന് അപകർഷതാബോധമുണ്ട്, പക്ഷെ അർജുനന് അതില്ല. മഹാഭാരതം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപകർഷതാബോധം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കർണൻ്റേത്. ആ ഒരു അപകർഷതാബോധമാണ് അദ്ദേഹത്തെ ആ വേദിയിൽ വരാനും അദ്ദേഹം വലിയ കേമനാണ്, ശക്തിമാനാണെന്ന് മറ്റുള്ളവരെ മുന്നിൽ തെളിയിക്കാനും അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. ഒരു യോദ്ധാവ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെ ആരും ക്ഷണിച്ചിട്ടില്ല ആ വേദിയിൽ. അത് പാണ്ഡവരുടെയും കൗരവരുടെയും സ്ഥലമാണ്. അപ്പോൾ അവിടെ കടന്നു വരേണ്ട ഒരു അവകാശവും കർണനില്ല. കർണൻ അവകാശം ഉണ്ടാവില്ല. പക്ഷെ രാജകുമാരന്മാരുടെ ആയുധ അഭ്യാസ സന്ദർഭമാണെങ്കിൽ എന്തുകൊണ്ട് കൃപാചാര്യരും ദ്രോണാചാര്യരും അദ്ദേഹത്തിന് അവസരം കൊടുത്തു? അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു. കർണൻ ആരും ക്ഷണിക്കാതെ കടന്നു വന്നതാണെങ്കിൽ കർണൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. ക്ഷമിക്കണം, കർണനല്ല, ദ്രോണാചാര്യരും കൃപാചാര്യരും അവസരം നിഷേധിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് അവരത് ചെയ്തു? അവസരം നിഷേധിക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. അവസരം നിഷേധിക്കാൻ വേണ്ടി തന്നെയാണ് അവസരം നിഷേധിക്കാൻ വേണ്ടിയല്ല. കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ കർണൻ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കൃപാചാര്യർ അവിടെ കുലം ചോദിച്ച് താഴ്ത്തുന്നത്. അവിടെ എന്താണ് ഉറപ്പ്? കർണന്റെ കഴിവ് അത്രയും കാലം ആരും തിരിച്ചറിഞ്ഞിട്ട് കൂടിയില്ല. കർണനെ പോലും സ്വന്തം കഴിവിൽ തീരെ വിശ്വാസമില്ല. കർണനെ മൊത്തത്തിൽ അപഹർഷതാബോധം മാത്രമേ ഉള്ളൂ. കർണന്റെ കഴിവ് ആർക്കും അവിടെ അറിയില്ല. നിങ്ങൾ പറയുന്നത് കർണൻ സ്വാർത്ഥനാണെന്നാണോ? അല്ല, കർണന് അപകർഷതാബോധം ഉണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ അഭ്യാസ പ്രകടനത്തിന് ശേഷം മാത്രമാണ് കർണൻ ഒരു അധർമ്മിയായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത്. അതിനു മുൻപ് കർണൻ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? ഒരിക്കലും ഒരു അധർമ്മി ആയിരുന്നില്ല. കാരണം കർണൻ എല്ലാ സന്ദർഭത്തിലും കർണൻ അവഹേളിക്കപ്പെടുകയായിരുന്നു ചെയ്യുന്നത്. അവസാന മിനിറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ
അപമാനിച്ചത്, പരിഹസിച്ചത് അത് ശരിയാണെന്ന് നിങ്ങളും ശരിയല്ല എന്ന് നിങ്ങൾക്കും പറയാനുള്ള അവസാനത്തെ ഒരു മിനിറ്റാണ്. കർണൻ അധർമ്മം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിദ്യ നേടിയത് വരെ കള്ളം പറഞ്ഞിട്ടാണ്. വിദ്യ നേടുന്നത് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു നോക്കൂ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിദ്യ നൽകിയില്ല? അദ്ദേഹത്തിന് വിദ്യ നിരസിച്ചു. നൽകിയില്ല. ദ്രോണാചാര്യർ കർണൻ സ്വീകരിച്ചില്ലല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ സൂതപുത്രനാണ് സത്യം പരശുരാമനോട് പറഞ്ഞിട്ടില്ല കർണൻ. വിദ്യ ഏത് രീതിയിൽ ആരിൽ നിന്നും എങ്ങനെ നേടി എന്നതൊന്നും ഇവിടെ വിഷയമല്ല. കർണൻ അപമാനിച്ചതാണ് ഇവിടെ വിഷയം. കർണൻ ഭീമൻ അപമാനിച്ചല്ലോ. പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഗുരുവിന്റെ അനുവാദത്തോടെയാണ് വിദ്യ നേടേണ്ടത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ വാദം പറഞ്ഞാണ് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ആ ഗുരുവിനോട് കള്ളം പറഞ്ഞിട്ടാണ് കർണൻ വിദ്യ നേടിയത്. ഈ സന്ദർഭത്തിൽ ഇതൊക്കെ അപ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇവിടെ അപമാനിച്ചത് ഭീമസേനനെ അപമാനിച്ചല്ലോ, അത് തെറ്റല്ലേ? ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ആ പറ്റും. ഏത് രീതിയിൽ? ഭീമസേന സൂതപുത്ര എന്ന് വിളിച്ച് അപമാനിച്ചല്ലോ. സൂതപുത്രനെ അല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഒരു ക്ഷത്രിയനുള്ള എല്ലാ ഗുണവും കർണൻ അവിടെ പ്രകടിപ്പിച്ചു. എന്നിട്ടും മനസ്സിലാക്കാത്തത് ആ പാണ്ഡവന്മാരുടെ ഒരു ദൗർബല്യമല്ലേ? അത് കഴിവ് കാണിച്ചു എന്നുള്ളതല്ല. ക്ഷത്രിയനാണോ രാജാവാണോ കർണൻ? മുന്നിൽ നിൽക്കുന്ന കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുലമോ ജാതിയോ ഒന്നും അല്ല. മഹാഭാരതത്തിൽ കുറെ അധർമ്മവും കള്ളത്തരവും കാണിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് കർണന്റേത്.